നമസ്കാരം. 12ാം ക്ലാസ് രസതന്ത്രം 9ാമത്തെ യൂണിറ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നതിൻ്റെ 1ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. 11ാം ക്ലാസ് വരെ നമ്മൾ വിവിധ തരം കോമ്പൗണ്ട്സ് കാണുകയും അതിൻ്റെ വിവിധ സവിശേഷതകൾ പഠിക്കുകയും വ്യത്യസ്ത തരത്തിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ യൂണിറ്റിൽ നമ്മൾ വിശദമായി കൈകാര്യം ചെയ്യുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന പ്രത്യേക തരം കോമ്പൗണ്ട്സ് 11ാം ക്ലാസ്സിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു പേര് അവിടെ ഉപയോഗിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള പല ചാപ്റ്റേഴ്സിലും 12ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു കാണും. ഉദാഹരണമായി ഡി ആൻഡ് എഫ് ബ്ലോക്ക് പഠിച്ചപ്പോൾ അവയുടെ ഒരു പ്രോപ്പർട്ടി എന്ന നിലയിൽ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്ന നിലയിൽ അവിടെ പഠിച്ചിട്ടുണ്ട്. 11ാം ക്ലാസ്സിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന ഭാഗത്ത് ലസൈൻസ് ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ലസൈൻസ് ടെസ്റ്റിൽ നൈട്രജനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലസൈൻസ് സൊല്യൂഷൻ എന്ന രൂപത്തിലാക്കി സയനൈഡ് ആക്കുകയും സയനൈഡ് അയോണുകൾ അയൺ 2+ അയോണുകളുമായി ചേർന്നുള്ള ഫെറോ സയനൈഡ് എന്ന കോമ്പൗണ്ട് ആവുകയും പിന്നീട് അത് ഫെറി ഫെറോ സയനൈഡ് എന്ന ഒരു കോമ്പൗണ്ടായി മാറുകയും ചെയ്യും. ആ ഫെറി ഫെറോ സയനൈഡ് അല്ലെങ്കിൽ അയൺ 3 ഹെക്സാ സയനോ ഫെറേറ്റ് 2 എന്ന കോമ്പൗണ്ട് ബ്ലൂ കളറിലാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കോംപ്ലക്സ് കോമ്പൗണ്ടിന് ഒരു ഉദാഹരണമാണ്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന മേഖലയിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫുമായി ബന്ധപ്പെട്ട ചില കോമ്പൗണ്ട്സാണ് ക്ലോറോഫിൽ, ഹീമോഗ്ലോബിൻ തുടങ്ങിയവ. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ക്ലോറോഫിലിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഹരിത സസ്യങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ക്ലോറോഫിൽ. അത് മഗ്നീഷ്യം എന്ന മെറ്റലിൻ്റെ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഹീമോഗ്ലോബിൻ്റെ കാര്യം നമുക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ്. നമ്മളെ ബ്ലഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്സിജനെ ബൈൻഡ് ചെയ്ത് സെല്ലുകളിൽ എത്തിക്കുക എന്ന വലിയ ധർമ്മം നിർവഹിക്കുന്ന മോളിക്യൂൾസാണ് ഹീമോഗ്ലോബിൻ എന്നുള്ളത്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ എന്നുള്ളത് അയണിൻ്റെ കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ B12 എന്നുള്ളത് എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ്. കോബാൾട്ടിൻ്റെ ഒരു കോംപ്ലക്സ് ആണത്. സയനോ കൊബാലമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ B12 അതൊരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ്. ഇനോർഗാനിക് അനാലിസിസിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വോളിമെട്രിക് അനാലിസിസ് എടുക്കുമ്പോൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വോളിമെട്രിക് ടെക്നിക്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് EDTA പോലെയുള്ള ഒരു കോംപ്ലക്സിങ് ഏജൻറ്റിൻ്റെ സൊല്യൂഷനാണ് ആ ടൈട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ടാക്കി മാറ്റി ഉള്ള റിയാക്ഷനെ സ്റ്റഡി ചെയ്താണ് അവിടെ ആ അനാലിസിസ് സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മെറ്റലർജിയുടെ കാര്യം പറയുമ്പോൾ മെറ്റലർജിയിൽ കോംപ്ലക്സിൻ്റെ ആപ്ലിക്കേഷൻ അതിനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾ 12ാം ക്ലാസ്സിലെ മെറ്റലർജി ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാകും. മോൺസ് പ്രോസസ്സ് പരിശോധിച്ചാൽ വേപ്പർ ഫേസ് റിഫൈനിങ്ങിലെ ഒരു ടെക്നിക്കാണ് മോൺസ് പ്രോസസ്സ്. അവിടെ നമ്മൾ നിക്കൽ എന്ന മെറ്റലിനെ റിഫൈൻ ചെയ്യാൻ നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന സാധാരണ പേരിൽ അറിയപ്പെടുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടാക്കി മാറ്റുകയും അതിനെ ഹീറ്റ് ചെയ്ത് നിക്കൽ മാത്രമായി വേപ്പർ ഫേസിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിരവധിയായ ആപ്ലിക്കേഷൻസ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനുണ്ട്. നിരവധിയായ റിസർച്ചുകൾ നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം കോമ്പൗണ്ടുകളായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അയോണിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സാധാരണ കോവാലൻ ബോണ്ടുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല തരത്തിലുള്ള കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു തിയറിയാണ്. വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്നാണ് അതിൻ്റെ പേര്. ആൽഫ്രഡ് വെർണർ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വളരെയധികം കോമ്പൗണ്ടുകളെ സ്റ്റഡി ചെയ്തതിന് ശേഷം ആണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന പ്രത്യേക നിലയിലേക്ക് ചില കോമ്പൗണ്ടുകളെ
തരംതിരിച്ച് അവതരിപ്പിക്കുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സിദ്ധാന്തം തിയറി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റെപ്പുകളിലേക്ക്, ആ തിയറിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. അതിനുശേഷം തിയറി എന്താണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വെർണേഴ്സ് തിയറിയിലേക്ക് വരുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കൊബാൾട്ട് ക്ലോറൈഡും അമോണിയയും ചേർന്നുള്ള, കൊബാൾട്ട് ക്ലോറൈഡും അമോണിയയും വിവിധ കോമ്പോസിഷനുകളിൽ ചേർത്തുണ്ടാകുന്ന കോമ്പൗണ്ടുകളുടെ ചില പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ തിയറിയിലേക്ക് കടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കൊബാൾട്ട് ക്ലോറൈഡ് എന്നുള്ളതിനകത്ത് ക്ലോറൈഡ് അയോൺ ഉള്ളതുകൊണ്ട് ആ കോമ്പൗണ്ടിൻ്റെ അയോണിക് സൊല്യൂഷൻ എടുത്തിട്ട് സിൽവർ നൈട്രേറ്റുമായി ട്രീറ്റ് ചെയ്താൽ, നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ പഠിക്കുന്നുണ്ട്, ക്ലോറൈഡിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മോൾ ക്ലോറൈഡ് അയോൺ ഉണ്ട് എങ്കിൽ ആവശ്യത്തിലധികം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിച്ചാൽ നമുക്ക് ഒരു മോൾ സിൽവർ ക്ലോറൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റിനെ വേർതിരിച്ചെടുത്ത് വെയിറ്റ് എടുത്ത് അത് എത്രമാത്രം ഉണ്ടാകുന്നു എന്ന് അറിയുക എന്നുള്ളത് അനാലിറ്റിക്കൽ ടെക്നിക്കുകളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടതില്ല. അപ്പോൾ ഇവിടെ കുറേ അധികം കോമ്പൗണ്ടുകൾ ആ രൂപത്തിൽ വ്യത്യസ്ത കോമ്പോസിഷനിൽ കൊബാൾട്ട് ക്ലോറൈഡും അമോണിയം ചേർത്ത് കിട്ടുന്ന നിരവധിയായ കോമ്പൗണ്ടുകൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമായി പ്രവർത്തിക്കുമ്പോൾ അത് എത്ര മോൾ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ എത്രമാത്രം ക്ലോറൈഡ് അയോണുകൾ സൊല്യൂഷനിൽ ഫ്രീ ആയി അയോണുകൾ എന്ന നിലയിൽ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് 1 മോൾ കോബാൾട്ട് ക്ലോറൈഡ് .6NH3, അത് യെല്ലോ കളറാണ്. അതിൻ്റെ സൊല്യൂഷൻ എടുത്ത് ആവശ്യത്തിന് സിൽവർ നൈട്രേറ്റുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ 3 മോൾ സിൽവർ ക്ലോറൈഡ് എന്ന നിലയിലാണ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത്. അതുപോലെ നമ്മൾ ഈ റിയാക്റ്റൻ്റ് എടുക്കുന്നതെല്ലാം 1 മോളാണ്. ഇനി ഞാനത് എപ്പോഴും പറയുന്നില്ല. കോബാൾട്ട് ക്ലോറൈഡ് COCl3.5NH3 എന്ന പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് 2 മോൾ AgCl ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ COCl3 4NH3 എന്നുള്ള ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് 1 മോൾ AgCl ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ അതേ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതേ ഫോർമുലേഷനുള്ള COCl3.4NH3 വയലറ്റ് കളേർഡ് ആയിട്ടുള്ള മറ്റൊരു കോമ്പൗണ്ടും ഉണ്ട്, അതും 1 മോൾ AgCl തന്നെയാണ്. അപ്പം മൂന്നാമതും നാലാമതും എഴുതിയേക്കുന്ന കോബാൾട്ട് ക്ലോറൈഡ് അമോണിയ കോമ്പൗണ്ടുകളുടെ ഫോർമുലേഷൻ ഒരുപോലെ തന്നെയാണ്. രണ്ടും COCl3.4NH3 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. രണ്ടും തരുന്ന സിൽവർ ക്ലോറൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റിൻ്റെ അളവും ഒരുപോലെയാണ്. പക്ഷേ അവിടെ ആ 2 കോമ്പൗണ്ടിൽ ആദ്യത്തേത് ഗ്രീൻ കളറെന്നും രണ്ടാമത്തേത് വയലറ്റ് കളറെന്നുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഐസോമേഴ്സ് എന്നുള്ള ഒരു ഐഡിയ, അതായത് ഒരേ മോളിക്കുലാർ ഫോമിലുള്ള കോമ്പൗണ്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് രണ്ടും ഐസോമേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. നമുക്ക് ഈ തിയറിയുമായി ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് ഇവിടെ ആവശ്യമില്ല, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ അവിടെ ഈ 4 കോമ്പൗണ്ടിലുമുള്ള ക്ലോറൈഡ് അയോണുകളുടെ എണ്ണവും അമോണിയ മോളിക്യൂൾസിൻ്റെ എണ്ണവും എല്ലാം കൂടി പരിശോധിച്ചാൽ സിൽവർ ക്ലോറൈഡ് യൂണിറ്റുകൾ എത്ര കിട്ടുന്നു എന്നുള്ളതും കൂടി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എങ്ങനെയായാലും ആ സെൻട്രൽ മെറ്റൽ അല്ലെങ്കിൽ ആ കോബാൾട്ട് എന്ന മെറ്റലുമായി ചേർന്ന് ഇരിക്കുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം 6ആയിരിക്കും. അത് ക്ലോറൈഡ് അയോൺ മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്ലോറൈഡ് അയോണും അമോണിയ മോളിക്യൂൾസും കൂടി ചേർന്നിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അമോണിയ മോളിക്യൂൾസ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏതായാലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ കോബാൾട്ട് 6 ഗ്രൂപ്പുകളെ അയണൈസ് ചെയ്യാതെ പിടിച്ച് അതിൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്പീഷീസുകളാണ് അവിടെ അയണൈസ് ചെയ്യപ്പെടുന്നതെന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ട് എഴുതിയിട്ടുള്ളത് COCl3.6NH3 എന്നാണ്. ആ കോമ്പൗണ്ട് തന്നത് 3 മോൾ സിൽവർ ക്ലോറൈഡിനെയാണ് എന്ന് നമ്മൾ കണ്ടു. അതായത് ആ കോമ്പൗണ്ട് 1 മോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ 3 മോൾ ക്ലോറൈഡ് അയോൺസ് സൊല്യൂഷനിലേക്ക് വരുന്നുണ്ട്, ഫ്രീ ആയിട്ട് സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴവിടെയുള്ള ക്ലോറൈഡ് അയോൺ ഒന്നും കോബാൾട്ടുമായി ചേർന്ന് വളരെ അധികം അട്രാക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അവിടെയുള്ള അമോണിയ മോളിക്യൂൾസ് 6 ഉണ്ട്, അത് CONH3 6 times 3+ എന്ന ഒറ്റ യൂണിറ്റായിട്ട് നിൽക്കുകയും 3 Cl- അയോൺസ് അതല്ലാതെ നിൽക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കാം. നേരത്തെ നമ്മൾ കണ്ട ഒബ്സർവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക്
പറയേണ്ടി വരുന്നത് 6 ഗ്രൂപ്പ്സ് ഇൻ ഓൾ എയ്തർ ക്ലോറൈഡ് അയോൺസ് ഓർ അമോണിയ മോളിക്യൂൾസ് ഓർ ബോത്ത് റിമെയിൻ ബോണ്ടഡ് ടു ദ കോബാൾട്ട് അയോൺ ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ആൻഡ് ദ കോമ്പൗണ്ട്സ് ആർ ഫോർമുലേറ്റഡ് ആസ് CONH3 6 times 3 plus 3Cl minus. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. മറ്റ് കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ CONH3 5 times Cl2 plus എന്ന ഒരു യൂണിറ്റായിട്ടും 2Cl minus എന്ന അടുത്ത ഒരു യൂണിറ്റായിട്ടും നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ട മൂന്നാമത്തെയും നാലാമത്തെയും കോമ്പൗണ്ടുകളെ സംബന്ധിച്ച് അതിൻ്റെ ഫോർമുലേഷൻ നോക്കിയാൽ COCl2 NH3 4 times plus Cl minus എന്ന നിലയിലായിരിക്കും ആ രണ്ട് കോമ്പൗണ്ടുകളും വരുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്താൽ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കതിനെ മനസ്സിലാക്കാം. ഫോർമുലേഷൻ ഓഫ് കോബാൾട്ട് 3 ക്ലോറൈഡ് അമോണിയ കോംപ്ലക്സസ്. അതിനകത്ത് കളർ, ഫോർമുല, കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ കറസ്പോണ്ട്സ് ടു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. കണ്ടക്ടിവിറ്റി എക്സ്പെരിമെൻ്റ് കൂടി ചെയ്തിട്ട് എത്ര അയോണുകൾ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ അവസാനത്തെ കോളം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള, അതായത് ഒരു കോമ്പൗണ്ട് അയോണൈസ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ആയിട്ടാണത് മാറുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ അവസാനത്തെ കോളം. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് യെല്ലോ കളേർഡാണ്, CONH3 6 times 3 plus 3Cl minus. അത് 1:3 ഇലക്ട്രോലൈറ്റ് ആണ്. അടുത്തത് പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള COCl NH3 5 times 2 plus 2Cl minus. അത് 1:2 ഇലക്ട്രോലൈറ്റ് ആണ്. ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള COCl2 NH3 4 times plus Cl minus എന്ന കോംപ്ലക്സ് 1:1 ഇലക്ട്രോലൈറ്റ് എന്നുള്ള നിലയിലാണ് കാണുന്നത്. അതുപോലെ ലാസ്റ്റ് വണ്ണും സിമിലർ ആയിട്ടുള്ള ഫോർമുലയാണ്, 1:1 ഇലക്ട്രോലൈറ്റ് തന്നെയാണ്. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻസ്, Alfred Werner formulated Werner's coordination theory. The important postulates of the theory are: in coordination compounds, the metal atom or ion shows two types of linkages or valences. These are known as primary valence and secondary valence. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ള വാലൻസ്, പ്രൈമറി, സെക്കൻഡറി അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ പുതിയതായി കോർഡിനേഷൻ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഈ പോസ്റ്റ്ലേറ്റ് ശ്രദ്ധിക്കുക. എന്താണത്? ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓർ കോംപ്ലക്സ്, ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ഹാവ് ടു ടൈപ്സ് ഓഫ് വാലൻസസ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി വാലൻസ് ആൻഡ് ദ അതർ വൺ സെക്കൻഡറി വാലൻസ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയും, പ്രൈമറി വാലൻസസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. പ്രൈമറി വാലൻസസ് കറസ്പോണ്ട്സ് ടു ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ. പ്രൈമറി വാലൻസസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ആൻഡ് സച്ച് വാലൻസസ് ആർ അയോണൈസബിൾ. ദാറ്റ് മീൻസ് വെൻ ഡിസോൾവ്ഡ് in an aqueous solution, that groups or ions bound by primary valencies are ionized. They are obtained as ions. Okay. Then the third point, secondary valences are satisfied by neutral molecules or negative ions. Secondary valences are satisfied by neutral molecules or negative ions, and the groups or ions bound by secondary valencies cannot be ionized. Secondary valences are non-ionizable. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചില കോമ്പൗണ്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ചില ഗ്രൂപ്പുകൾ നമ്മൾ എഴുതിയിരുന്നു. ആ സെക്കൻഡറി വാലൻസ് കൊണ്ട് ബൈൻഡ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ആണ് നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രൈമറി വാലൻസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള, പ്രൈമറി വാലൻസ് കൊണ്ട് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളാണ് സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ വരുന്നത്. അപ്പോൾ വി ഹാവ് ടു റിമൈൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ. എ നെഗറ്റീവ് അയോൺ ക്യാൻ സാറ്റിസ്ഫൈ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസസ് simultaneously. If so, that group or ion must be included in the square bracket, or such an ion is not ionizable. The third postulate is that the secondary valences are non-ionizable. These are satisfied by neutral molecules or negative ions, and
this secondary valence is equal to the coordination number of the metal and it is fixed for a metal atom or ion. For a particular metal ion, secondary valence is fixed. For example, we have seen earlier cobalt 3 plus ion as the central metal atom or metal atom. Then its secondary valence is 6. Therefore, 6 groups together, that is there it was chloride ion or ammonia molecules. A total of 6 groups or ions are there bound as secondary valences with the cobalt 3 plus ion. That is for cobalt 3 plus, the secondary valence or coordination number is 6. Similarly, for any metal atom or ion, there is a fixed coordination number or fixed secondary valence. And the fourth postulate is the ions or groups bound by the secondary valences to the metal have characteristic spatial arrangements according to the coordination number of the metal. That is, the groups or ions bonded to the central metal by secondary valences have a particular or definite geometrical arrangement in space. For example, if the secondary valence is 6, the groups will arrange octahedrally, and if it is 4, a tetrahedral arrangement will be there or square planar arrangement will be there. Also, along with this postulates, Werner mentioned that for transition elements, the most common geometries are or geometrical arrangements are tetrahedral, octahedral and square planar. You can see some examples on the screen with all these type of geometries. CONS3 6 times 3 plus octahedral geometry ആണ്. അവിടെ കോബാൾട്ടിൻ്റെ സെക്കൻഡറി വാലൻസ് 6 ആണ്. COClNS3 5 times 2 plus എന്ന കോംപ്ലക്സ് അയോണിൻ്റെ ജിയോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഒക്ടാഹീഡ്രൽ ആണ്. അതുപോലെ COCl2NH3 4 times plus ഒക്ടാഹീഡ്രൽ ആണ്. NiCO 4 times ടെട്രാഹീഡ്രൽ ആണ്. ആ കോമ്പൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മെറ്റലർജിയിൽ വേപ്പർ ഫേസ് റിഫൈനിങ് ഓഫ് നിക്കലിൽ വരുന്നതാണ്. ടെട്രാ കാർബണൈൽ നിക്കൽ 0 അല്ലെങ്കിൽ നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് ടെട്രാഹീഡ്രൽ ജിയോമെട്രിയാണ്. എന്നാൽ സെക്കൻഡറി വാലൻസ് 4 തന്നെ വരുന്ന മറ്റൊരു കോംപ്ലക്സ് അയോണാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. PtCl4 2- എന്നുള്ളത്. അത് സ്ക്വയർ പ്ലാനാർ ആയിട്ടുള്ള ജിയോമെട്രിയാണ് അതിനുള്ളത്. അപ്പോൾ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്തത് പ്രൈമറി വാലൻസ്, സെക്കൻഡറി വാലൻസ്, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. പ്രൈമറി വാലൻസ് അയണൈസബിൾ ആണെന്നും അത് നെഗറ്റീവ് അയോൺ കൊണ്ട് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും മെറ്റൽ അയോണിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് തുല്യമാണ് പ്രൈമറി വാലൻസ് എന്നും കണ്ടു. സെക്കൻഡറി വാലൻസിലേക്ക് വരുമ്പോൾ അത് നോൺ അയണൈസബിൾ ആണ് എന്നും അതുപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള മോളിക്യൂൾസ് കൊണ്ടോ നെഗറ്റീവ് അയോൺസ് കൊണ്ടോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രൈമറി വാലൻസും സെക്കൻഡറി വാലൻസും എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. On the basis of the following observations made with aqueous solutions, assign secondary valences to metals in the following compounds. രണ്ടാമത്തെ കോളത്തിൽ കോമ്പൗണ്ടുകളുടെ ഫോർമുല തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ അതിൻ്റെ ഒരു മോൾ, ആ കോമ്പൗണ്ടിൻ്റെ ഒരു മോൾ സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സിൽവർ ക്ലോറൈഡ് കിട്ടും എന്നുള്ള വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം PdCl2.4NH3 എന്ന കോമ്പൗണ്ട് സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുമെന്നാണ്. രണ്ടാമത്തെ കേസിൽ NiCl2.6H2 എന്നാണ് തന്നിട്ടുള്ളത്. അത് 2 മോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. PtCl4.2HCl എന്ന കോമ്പൗണ്ട് ആണെങ്കിൽ 0 മോൾ ഓഫ് AgCl ആണ്, അല്ലെങ്കിൽ അത് സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നില്ല. നാലാമത്തെ കോമ്പൗണ്ട് COCl3.4NH3 എന്നുള്ളത് 1 മോൾ സിൽവർ ക്ലോറൈഡിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ലാസ്റ്റ് കോമ്പൗണ്ട് PtCl2.2NH3 എന്നുള്ളതാണ് എങ്കിൽ അത് പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാക്കില്ല എന്നാണ് 0 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നമ്മൾ കണ്ടെത്തേണ്ടുന്നത് എന്താണ്, ഇതിൻ്റെ സെക്കൻഡറി വാലൻസ് എത്രയാണ് എന്നുള്ളതാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. PdCl2
4NH3 എന്നുള്ളത് സിൽവർ നൈട്രേറ്റ് എക്സസുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ 2 മോൾ AgCl ആണ് തരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള 2 Cl മൈനസ് അയോൺസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ളത് PD എന്നുള്ളതുമായി ചേർന്ന് പിന്നെ നിൽക്കാൻ സാധ്യതയുള്ളത് 4NH3 മാത്രമാണ്. അപ്പോൾ PD 2+ അയോണാണ്, പലേഡിയം 2+ അയോണാണ് അവിടെ ഉള്ളത്. അതാണ് 2 Cl മൈനസ് അയോൺ കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂട്രലായി കാണുന്നത്. ബാക്കിയുള്ളത് 4NH3. അപ്പോൾ അവിടെ PdNH3 4 times 2+. അപ്പോൾ PdNH3 4 times എന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. Cl 2 സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്കൻഡറി വാലൻസ് എന്നുള്ളത് 4 ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അയണൈസ് ചെയ്യാത്ത ആ സ്പീഷീസിൻ്റെ എണ്ണമാണ് അവിടെ ഉള്ളത്. അത് 4NH3 എന്നുള്ളതാണ്. NH3 അല്ലെങ്കിലും അയോൺ അല്ല എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ NiCl2.6H2 എന്നുള്ളതും 2 മോൾ സിൽവർ ക്ലോറൈഡ് തരുന്നു എന്ന് കാണുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം NiH2O 6 ടൈംസ്, അത് സ്ക്വയർ ബ്രാക്കറ്റിൽ 2+ അയോൺ ആയിട്ട് നിൽക്കും. അതിന് വെളിയിൽ 2 Cl മൈനസ് ഉണ്ട്. ആ വെളിയിലുള്ള 2 Cl മൈനസ് ആണ് 2 മോൾ AgCl പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ Ni2+ എന്ന അയോണുമായി സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിട്ടുള്ളത് 6 വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് നമുക്ക് കാണാം. ബാക്കി 2 Cl മൈനസ് അയോൺസ് അവിടെ പ്രൈമറി വാലൻസ് കൊണ്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 AgCl അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ Pt4+ എന്നുള്ള ഒരു സ്പീഷീസാണ് അവിടെ സെൻട്രൽ ആറ്റമായി കാണുന്നത്. പ്ലാറ്റിനം 4+ അയോൺ ആണ്. PtCl4.2HCl എന്നാണ്. ആകെ 6 ഗ്രൂപ്പുകളേ ഉള്ളൂ. 4 Cl മൈനസ് അയോണും 2 HCl എന്ന ഗ്രൂപ്പുകളും. അവിടെ പക്ഷേ AgCl പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് ഫ്രീ ആയിട്ട് Cl മൈനസ് അയോൺസ് അവിടെ ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ Cl മൈനസ് അയോൺസ് പ്രൈമറി വാലൻസ് കൊണ്ട് മാത്രമായി അവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഉള്ള 4 Cl മൈനസ് അയോൺസ് പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവിടെയുള്ള സെക്കൻഡറി വാലൻസിൻ്റെ എണ്ണം ആകെയുള്ള ആ ഗ്രൂപ്പുകളും അയോണുകളും കൂടെ ചേർത്ത് 4 6 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ CO3+ അയോൺ, 3 Cl മൈനസ് അയോൺ, 4 NH3 അങ്ങനെയാണ് അവിടെ ഗ്രൂപ്പുകൾ ഉള്ളത്. അപ്പോൾ ആ CO3+ അയോണുമായി ബൈൻഡ് ചെയ്തിട്ടുള്ള 2 Cl മൈനസ് അയോണിനെ ഫ്രീ ആയി കിട്ടുന്നില്ല. സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ചാണ് അവിടെ 2 Cl മൈനസ് അയോൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി 4 NH3 ഗ്രൂപ്പുകളും സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അവശേഷിക്കുന്നത് ഒരു Cl മൈനസ് ഗ്രൂപ്പ് അയോൺ ആണ്. ആ Cl മൈനസ് അയോൺ ആണ് ഒരു AgCl പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് അവിടെ സെക്കൻഡറി വാലൻസ് എന്നുള്ളത് 6 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആകെ 2 Cl മൈനസ് അയോണും 4 NH3 ഗ്രൂപ്പുകളും സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് അവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു Cl മൈനസ് അയോൺ പ്രൈമറി വാലൻസ് ഉപയോഗിച്ച് മാത്രമേ ബൈൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു AgCl കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡറി വാലൻസ് അവിടെയും 6 തന്നെയാണ് എന്ന് കാണാം. ലാസ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ Pt2+ അയോൺ ആണ് സെൻട്രൽ അയോൺ എന്ന് കാണാൻ കഴിയും. ആ ഫോർമുല കണ്ടാൽ അറിയാം. 2 Cl മൈനസ് അയോൺ ആണ്, ന്യൂട്രലാണ്. അതുകൊണ്ട് Pt 2 പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പോൾ PtCl2.2NH3 അതിനകത്തെ ഒരു അയോണുകളും പുറത്തേക്ക് കിട്ടുന്നില്ല, അയോണായി കിട്ടുന്നില്ല എന്നുള്ളതാണ്, അയണൈസ് ചെയ്ത് വരുന്നില്ല എന്നുള്ളതാണ് 0 എന്ന വാല്യൂ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ഇല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 Cl മൈനസ് അയോണും 2 NH3യും 4 ഗ്രൂപ്പുകളും സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് പ്ലാറ്റിനം 2+മായി അവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവിടെ സെക്കൻഡറി വാലൻസ് 4 ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് വെർണറിൻ്റെ തിയറിയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഡബിൾ സോൾട്ട് എന്ന കാറ്റഗറിയിൽ പെടുന്ന കോമ്പൗണ്ടുകളുണ്ട്. അതുമായി ചില സാമ്യങ്ങളുള്ളതാണ് കോംപ്ലക്സ് സോൾട്ടുകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഈ 2 കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നത് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ചില കോമ്പൗണ്ടുകൾ, 2ഓ അതിലധികമോ കോമ്പൗണ്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 2 തരത്തിലുള്ള കോമ്പൗണ്ടുകളും ഡബിൾ സോൾട്ട് ആയാലും കോംപ്ലക്സ് കോമ്പൗണ്ടുകളായാലും പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാമ്യം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഡബിൾ സോൾട്ടിന് എക്സാമ്പിളാണ് മോഴ്സ് സോൾട്ട്. അപ്പോൾ നിങ്ങൾ വോളിമെട്രിയൊക്കെ ചെയ്യുമ്പോൾ പെർമാംഗനോമെട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് മോഴ്സ് സോൾട്ടിൻ്റെ സൊല്യൂഷൻ.
എസ്റ്റിമേഷന് വേണ്ടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മോൾ സാൾട്ട് എന്ന് പറയുന്നത് FeSO4 NH4 twice SO4 6H2O എന്ന കോമ്പൗണ്ടാണ് മോൾ സാൾട്ട്. ഇതിനെ നമ്മൾ അടുത്ത ഒരു കോംപ്ലക്സ് സോൾട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കോംപ്ലക്സ് കോമ്പൗണ്ടിൻ്റെ ഫോർമുല തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക, K4FeCN 6 times എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഡിഫറൻസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഡബിൾ സോൾട്ടും കോംപ്ലക്സ് സോൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഡബിൾ സോൾട്ട് നമ്മൾ എടുത്താൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് വി കൺസിഡർ ദ മോൾ സോൾട്ട് FeSO4 NH4 twice SO4 6H2O, if we consider that salt, in solution that compound ionize completely into its constituent ions. That means more salt ionizes into Fe2 plus ions, SO4 2 minus ions and NH4 plus ions. All the ions will be available in solution. But in the case of K4FeCN6, which is a complex compound, it ionizes into K plus ions and FeCN6 4 minus ions. And in that complex ion, the ions present are Fe2 plus and Cn minus ions, which cannot be obtained during dissolution. A complex compound cannot be splitted into its ions in solution. That is the difference between double salt and a complex salt. Double salt is completely ionized into its constituent ions, whereas a complex compound ionizes into a complex part and its counter ion, a complex ion and its counter ion, and the ions present in that complex part will never get ionized during dissolution. Okay. അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് കടക്കേണ്ടത്. നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തുടർന്ന് അങ്ങോട്ട് പഠിക്കുന്നതിന് സഹായകമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടേംസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.